ഹലോ ഗായ്സ്, ഇന്ന് വളരെ മനോഹരമായൊരു കാഴ്ചയാണ് എല്ലാവരെയും കാണിച്ചു തരുന്നത്. വലിയൊരു മല കയറിക്കൊണ്ടിരിക്കുവാണ്, മഞ്ഞ് മല കയറിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. മുഴുവൻ മഞ്ഞാണ്. ഒരു പച്ചപ്പ് പോലും ഒരു പ്രദേശത്തും കാണാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ ഈ കാഴ്ച എത്തുന്ന അത്രയും ദൂരത്തിൽ നമുക്ക് മുഴുവൻ വെള്ളയല്ലാതെ ഒന്നും കാണാൻ പറ്റില്ല. ഞാൻ ഈ കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു പച്ചപ്പുമില്ല, മുഴുവൻ വെള്ള മഞ്ഞ് മലകൾ മാത്രം. എങ്ങോട്ട് നോക്കിയാലും മഞ്ഞല്ലാതെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ മലയുടെ ഒരു 1/4 ഭാഗം പിന്നിട്ടിട്ടുണ്ട്. കാണാലോ, ഈ കാണുന്ന കോട്ടേജുകളിലാണ് നിങ്ങൾ താമസിക്കുന്നത്. ഒരുപാട് കോട്ടേജുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഈ കോട്ടേജുകളിലാണ് നമ്മൾ താമസിക്കുന്നത്. ചുറ്റും വലിയ മലയാണിത്. അപ്പോൾ ഇവിടെ വിൻ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ സ്കേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു ആർട്ടിഫിഷ്യലായിട്ട് മഞ്ഞുണ്ടാക്കുന്നൊരു കാഴ്ചയാണിത്. ആർട്ടിഫിഷ്യലായിട്ട് മഞ്ഞുണ്ടാക്കും. ഈ കാണുന്ന മഞ്ഞൊക്കെ ഓൾറെഡി ഇവിടെ വീണതാണ്. വിൻ്റർ തുടങ്ങിയപ്പോൾ വീണ ഒരാഴ്ചയായിട്ട് ഇവിടെ വീണ് കിടക്കുന്ന മഞ്ഞാണ്. പക്ഷേ ഇത് കാണുന്നത് ആർട്ടിഫിഷ്യലായിട്ട് മഞ്ഞുണ്ടാക്കുന്നൊരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. അതിൻ്റെ മെഷീൻസും അതിൻ്റെ ഡീറ്റെയിൽസും ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ കറണ്ട് കണക്ഷനും വാട്ടർ കണക്ഷനും കൊടുക്കുന്നത്. ഇത് ഇലക്ട്രിസിറ്റി കണക്ഷനും അത് വാട്ടർ കണക്ഷനാണ് കൊടുക്കുന്നത്. ഇവിടുന്ന് കൊടുത്തിട്ട് ഇവിടുന്ന് ഈ മെഷീനിലോട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുക. നമ്മുടെ ചന്ദ്രനിലൊക്കെ കാണുന്ന മെഷീൻസ് പോലെ, നമ്മുടെ സാറ്റലൈറ്റൊക്കെ പോലെ വലിയൊരു മെഷീനുണ്ട്. ഇങ്ങനെ അടിച്ച് സാറ്റലൈറ്റിലേക്ക് അടിച്ചിട്ട് കാണുന്ന മഞ്ഞാണ്. ഇതിലൂടെ ഐസ് വരും. ആ കാഴ്ച നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മൾ നടക്കുന്ന ഭാഗങ്ങളൊക്കെ ചവിട്ടുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നുണ്ട്. Николай Викторович, вот у нас почти что все снижено. Осталось 2 участка. Вот этот. Вот пушки работают. За ночь должны наснежить. И потом Ратрак в ночь будет все планировать. Все. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഫ്രണ്ട് കൂടെ ഉണ്ട്. എൻ്റെ ഫ്രണ്ട് നിക്കോളൈ യുകിനീച്ച്. ഹായ്. പുള്ളിയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് പുള്ളിയാണ്. അപ്പോൾ അദ്ദേഹമാണ് എന്നെയും കൂട്ടിയിട്ട് സ്നോ ഉണ്ടാക്കുന്നത് കാണാനൊക്കെ വന്നിട്ടുള്ളത്. ഇതാണ് ഈ ഐസ്. ഇങ്ങനെ ഈ അടിച്ചുകൂട്ടിയ ആർട്ടിഫിഷ്യൽ ഐസ് മുഴുവനും ഈ ഒരു ഫോർമാറ്റിലോട്ട് മാറുന്നു. ഇവിടെ സ്കേറ്റിങ്ങിന് വേണ്ട രീതിയിലോട്ട് മാറ്റി നമ്മൾ ഇറ്റാച്ച് പോലുള്ളൊരു മെഷീനാണിത്. ആ ബസ്സിനുള്ളിലുള്ള കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിപ്പോഴും നടന്നിട്ട് ഒരു 1/4 ഭാഗമേ ആയിട്ടുള്ളൂ ഈ മഞ്ഞുമലയുടെ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മഞ്ഞുമലയുടെ
മുക്കാൽ ഭാഗം മാത്രമായിട്ടുള്ളൂ. ഒരു 5-6 മെഷീൻസ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ആ മെഷീൻ്റെ ഈ ഭാഗം കൊണ്ട് ഇതാക്കുകയാണ് ചെയ്യുക. ഞാൻ ഈ ഡോറ് തുറന്നിട്ട് ഇതിൽ ഇരിക്കാൻ പറ്റുമോയെന്ന് നോക്കട്ടെ. ഹായ്, വെച്ചേ. അങ്ങനെ ഞങ്ങൾ ഈ വീട് ബസ്സിൽ കയറിയിട്ടുണ്ട്. ബസ്സിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ ബസ്സിനുള്ളിൽ കയറി. ഇതാണ് നമ്മുടെ ബസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ. ബസ്സല്ല, ഈ വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്ന ആള്. മനോഹരമായ കാഴ്ച. ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമാണിത്. മുഴുവൻ മഞ്ഞ് മലകൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. മഞ്ഞ് മല നമ്മുടെ JCB ഒക്കെ വെച്ച് നമ്മൾ നേരെയാക്കുന്നത് പോലെ ഇവര് ഈ ഒരു വണ്ടി, ഇതാണ് ഇതിൻ്റെ സ്റ്റിയറിങ്, ഗിയേഴ്സൊക്കെ ഇങ്ങനെയാണ് കാണുന്നത്. അത് വെച്ചിട്ട് ഇവര് റെഡിയാക്കിയിട്ടുള്ളൊരു കാഴ്ചയാണ്. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഇതാ ഇങ്ങനെ ഇവർ നിരപ്പാക്കുന്നൊരു കാഴ്ചയാണിത്. ഈ വീഡിയോ നിരപ്പാക്കണം. ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെയുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. മഞ്ഞ് വീണിട്ട് സിനിമകളിലും മറ്റുള്ള വ്ളോഗുകളിലൊക്കെ കാണുന്നത് പോലെ ഈ ഒരു വീഡിയോ നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ നേരിട്ട് കാണുവാണ്. കാണാലോ അല്ലെ? മഞ്ഞ് നിന്ന് ഹെവി സ്നോഫോൾ ആയിരുന്നു ഇന്നലെ. -15 ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ ഉള്ളത്. -15 ആണെങ്കിലും ഇവർ ആർട്ടിഫിഷ്യലായി ചെയ്യുന്നത് ഈ സ്കീക്ക് വേണ്ടിയാണ് ഇവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. കാണാമല്ലോ ഇതിനൊക്കെ ഇങ്ങനെ മുഴുവൻ മഞ്ഞുകളും നേരെ നിരപ്പാക്കുള്ളൂ. അപ്പോൾ ഇത് ഉറച്ചതിന് ശേഷം ഇതിലൂടെ സ്കീ ചെയ്യും. ഐസ് സ്കീ, സ്നോ ബോർഡ്, അങ്ങനെ ഒരുപാട് ഗെയിംസ് ഇവരിവിടുന്ന് ചെയ്യും. ഇതിലൂടെ വളരെ മനോഹരമായിട്ട് അത് കൃത്യമായി കാണാൻ പറ്റും. എങ്ങനെയാണ് അത് നിരപ്പാക്കിക്കൊണ്ട് പോകുന്നത്, പൊടിഞ്ഞു പോകുന്ന സ്നോ എങ്ങനെയാണെന്ന് ഇതിലൂടെ കാണാൻ പറ്റുന്നത്. ഇതൊരു ടോപ്പ് വ്യൂ അല്ല കേട്ടോ. ഇതൊരു 75% ആയിട്ടുള്ളൂ നമ്മൾ ഈ കയറ്റത്തിൻ്റെ. എൻ്റെ ഫ്രണ്ടോട് ഹായ് പറയുന്നത്. ഹായ് പറയുന്നത് എൻ്റെ ഫ്രണ്ട്. നല്ലൊരു കാഴ്ചയാണ്. ഒരു വളരെ മനോഹരം. നിങ്ങളോട് ഇത് എങ്ങനെയാണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. ഇതിൻ്റെ ഒരു ഭംഗി ഏറ്റവും ടോപ്പ് വ്യൂവിൽ നിന്നിട്ട് ഒരു മഞ്ഞ് മലയുടെ മുകളിൽ നിന്നിട്ട് നമുക്കിത് കാണാൻ പറ്റുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് ഇത് നമുക്ക് വളരെ മനോഹരമായിട്ടൊരു കാഴ്ചയാണിത്. എങ്ങോട്ട് നോക്കിയാലും മഞ്ഞ് മാത്രമുണ്ട്. നമുക്ക് ആ വണ്ടി ഇങ്ങനെ ചെരിഞ്ഞിട്ടൊക്കെ പോകുന്നുണ്ട്. വലിയ വൈപ്പറൊക്കെ ഉണ്ട്. നമ്മുടെ കാറിൻ്റെ ഒന്നും വൈപ്പർ പോലെയല്ല, വലിയ വൈപ്പറുണ്ട്. നമ്മളുടെ കോട്ടേജ് കാണാൻ പറ്റും. അവിടെ നമ്മൾ താമസിക്കുന്ന കോട്ടേജുകളാണത്. മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇവിടെ വണ്ടിയുടെ ഉള്ളിൽ കയറിയാൽ നമുക്ക് ടെമ്പറേച്ചർ കുഴപ്പമില്ല. സാധാരണ റൂമിൻ്റെ ഉള്ളിലുള്ള അതേ ടെമ്പറേച്ചർ തന്നെ ഇവർ വണ്ടിയുടെ ഉള്ളിൽ AC ഹീറ്ററും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തിട്ട് ടെമ്പറേച്ചർ ഉള്ളിൽ കുഴപ്പമില്ല. പക്ഷെ പുറത്ത് നമുക്ക് മാസ്ക്, ഗ്ലൗസ്, ബാക്കി നമുക്ക് കവർ ചെയ്യേണ്ട എല്ലാ ഐറ്റംസും ഉപയോഗിച്ചിട്ട് അത്രയും സേഫായിട്ട് മാത്രമേ നമുക്ക് പുറത്ത് നിൽക്കാനാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഞാൻ സംസാരിക്കുമ്പോൾ കിതക്കുന്നുണ്ടായില്ലേ, നമുക്ക് കിതപ്പ് വരും, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടെ ഉള്ളവർക്ക് റഷ്യൻസിന് പ്രശ്നമില്ല. പക്ഷെ നമ്മൾക്ക് ശീലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. വളരെ മനോഹരമായൊരു മഞ്ഞ് അനുഭവമാണ് ഈ കാണുന്നത്. കാണാൻ പറ്റുന്നുണ്ടാവും. മനോഹരമായിട്ടൊരു മഞ്ഞ അനുഭവമാണ്. മുന്നോട്ടുള്ള കാഴ്ച കാണിച്ചു തരാം അല്ലേ? നോക്ക് 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 നോക്ക്. വളരെ മനോഹരമായിട്ട് മഞ്ഞ് എങ്ങനെയാണ് ഇവർ നീക്കുന്നത് കണ്ടോ? വലിയൊരു മഞ്ഞ് മലയാണ്. മുന്നിൽ ഒരു മഞ്ഞ് മല കാണുന്നുണ്ട്. ആ മഞ്ഞ് മല ഇവരെങ്ങനെയാണ് കാണിച്ചു തരാം.
മലയുടെ മേലോട്ട് വണ്ടി കയറിയിട്ടുണ്ട്. മലയുടെ മേലോട്ട് അവിടെ കാണാൻ പറ്റും. നമ്മുടെ JCB ഒക്കെ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇത് ഇടിച്ച് നിരപ്പാക്കുന്ന ഒരു ഇതാണ്. മണ്ണിന് പകരം മഞ്ഞാണെന്ന് മാത്രം. നമ്മുടെ നാട്ടിൽ മണ്ണാണെങ്കിൽ ഇവിടെ അതിന് പകരം മഞ്ഞാണ്. ഒരു -15 ഡിഗ്രിയിലുള്ള തണുപ്പുള്ള മഞ്ഞാണ് ഇവിടെ ഇടിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ കാഴ്ചകൾ കാണിച്ചു തരാം. ഒന്നുകൂടെ കാണിച്ചു തരാം. റിവേഴ്സ് എടുത്ത് പോകുന്നുണ്ട് ഇപ്പോൾ. ഒന്നുകൂടെ ഇതാ. യെസ് ഓക്കെ. ഇതാ നോക്കൂ. നമ്മളെ കടലിലൊരു തിരമാലയൊക്കെ കാണുന്നത് പോലെ മഞ്ഞ് നോക്ക്. കടലിലൊരു തിരമാലയൊക്കെ കാണുന്ന പോലെ മഞ്ഞിതാ. നോക്ക് അതിമനോഹരമായൊരു കാഴ്ച. അതിമനോഹരമായൊരു അനുഭവം.